ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കിച്ചൺ ടൂറാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ പുതിയൊരു അതിഥിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ വർഷത്തിലേക്ക് നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഇട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പുതിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിച്ചണ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ് വരുന്നത്. കിച്ചണിൻ്റെ ഡോർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ തുറന്നാലും ഈ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ മുകളിലേക്കൊന്നും നോക്കണ്ട കേട്ടോ. മുകളിലൊക്കെ നിറയെ മരുന്ന് കുപ്പികളും ഗുളികപ്പാത്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ചെറിയ കിച്ചണാണ് കേട്ടോ, അത്രയ്ക്ക് വലിയ കിച്ചണൊന്നുമല്ല, ഒരു കുഞ്ഞു അടുക്കള. അതുപോലെ തന്നെ ഇത് പുതിയതൊന്നും അല്ല കേട്ടോ. 9 വർഷം കഴിഞ്ഞു ഈ ഒരു കിച്ചൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 10ാമത്തെ വർഷമാണ് കേട്ടോ, 9.5 വർഷമായി. അപ്പോൾ അന്നുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ചെറിയ ഗ്ലാസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ഡോറൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഷെൽഫ്. അതുപോലെ തന്നെ കോർണറിലായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഇവിടെ ബാക്കി വന്നപ്പോൾ ഞാനത് അവിടെ ഫിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറച്ചെങ്കിലും നമുക്ക് സ്റ്റോറേജ് ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ സ്റ്റോർ റൂം ഇല്ലാത്തത് കാരണം 2 സൈഡിലും റാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റാക്കിന് ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ഡോറ് വെപ്പിച്ചു. എന്നാൽ നമുക്ക് വലിയ ചെമ്പ് പാത്രങ്ങളൊക്കെ അവിടെ കയറ്റി വെച്ചാൽ അങ്ങനെ ആരും കാണൂല. എന്നാൽ നമുക്കത് എപ്പോഴും ഉപയോഗിക്കുന്നതുമല്ലല്ലോ. പിന്നെ എപ്പോഴും എടുക്കാനുള്ളതൊക്കെ നമ്മളത് ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു തട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊരു ബാസ്ക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പ്ലേറ്റ്, സ്പൂണ് അങ്ങനത്തതൊക്കെ വെക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ തട്ടൊന്നും വെക്കാതെ കുറച്ച് വലിയ പാത്രങ്ങൾ, അതായത് നമുക്ക് അരി, പൊടി, പഞ്ചസാര അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുമല്ലോ, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം അങ്ങനെ തട്ടൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ അങ്ങ് ഡോറ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ കിച്ചണിൽ വിറകടുപ്പ്, ഗ്യാസ് സ്റ്റവ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ അപ്പുറത്തെ കിച്ചണിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കാര്യമായിട്ട് ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു വാഷ് ബേസിനും കൂടെ കൊടുത്തിട്ടുണ്ട് കോർണറിൽ. അപ്പോൾ സിങ്കും കൊടുത്തിട്ടില്ല. അപ്പോൾ സിങ്കും കൂടെ ഉണ്ടായാൽ പിന്നെ നമുക്ക് പാത്രം കഴുകി അവിടെ അങ്ങ് വൃത്തിയേടാവും. വാഷ് ബേസ് ആകുമ്പോൾ അത്രക്ക് നമുക്ക് ഈ ഒരു കളർ, അങ്ങനത്തെ ഒരു കളറുള്ള വാഷ് ബേസ് ആട്ടോ വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ വൃത്തിയാക്കാനും കുറച്ചും കൂടെ ഈസിയാണ്. പിന്നെ ഇതുപോലെ ചെറിയൊരു ഷെൽഫും കൂടെ ഇതുപോലെ ഗ്ലാസ് ഇട്ടിട്ടാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ഫാബ്രിക്കേഷൻ്റെ അല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ മരത്തിൻ്റെ ഫ്രെയിമിൽ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് NDF-ൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഫാബ്രിക്കേഷൻ്റെ ആ ഒരു പണിയൊന്നും എടുത്തിട്ടില്ല അന്ന്. അപ്പോൾ അന്നുള്ള ആ ഒരു ഇതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ വേറെ ഒന്നും കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇതൊന്നും മാറ്റാനും പോയിട്ടില്ല. പിന്നെ ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മളെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു സംഭവം കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കിച്ചണിൽ ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിച്ചതാണ്. അപ്പോൾ നമുക്കത് ഫുഡ് കഴിക്കാനും എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ ക്യാമറ കൊടുത്തിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടെ കണ്ടിട്ട് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് പുറത്തുനിന്നൊന്നും ഉണ്ടാക്കിച്ചതല്ല, നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അതായത് നമുക്ക് ഫർണിച്ചറിൻ്റെ പണിയായതുകൊണ്ട് നമ്മളെ പണിക്കാരനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിലേക്ക് മുമ്പ് ഇവിടെ ഞങ്ങൾ കിച്ചണിൽ ഫുഡൊക്കെ കഴിക്കാൻ ഉണ്ടാക്കിയിരുന്ന 2 സ്റ്റൂളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു സ്റ്റൂളായിരുന്നു. അപ്പോൾ ഞാനിത് മൂന്നാറിലൊരു റിസോർട്ടിൽ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കിച്ചതാണ് കേട്ടോ ഈ സ്റ്റൂള് ഇപ്പോൾ 2 വർഷമൊക്കെ ആയിട്ടോ സ്റ്റൂൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതേ സെയിം കളറിൽ തന്നെ ഇതിലേക്ക് ഹൈറ്റ് പാകത്തിനാക്കിയിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് സ്റ്റാൻഡും കൂടെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു കുഞ്ഞു ടേബിൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടേബിളാണ്. എന്നാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമാണ്. പിന്നെ നമുക്ക് ടീ ടേബിളായിട്ടോ ഫുഡ് കഴിക്കാനോ 2-3 പേർക്കൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ടേബിളാണ്. നമുക്ക് ഡൈനിങ് ഹാളിലേക്കൊന്നും പോകണ്ട. അതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ക്യാമറ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ടേബിൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുകയും വേണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.
ഇനി നമ്മുടെ വർക്കിംഗ് കിച്ചണും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതും പഴയ കിച്ചണാണ്, പഴയ പോലെ മോഡലിലുള്ള ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ള അന്നുണ്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു സെറ്റപ്പിലുള്ള കിച്ചണാണ് കേട്ടോ. പിന്നെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിറകടുപ്പ് ഇവിടെയാണ് കേട്ടോ വരുന്നത്. വിറകടുപ്പിൽ ഇപ്പം അങ്ങനെ കത്തിക്കാറില്ല, പിന്നെ കൂടുതലൊക്കെ ആളുണ്ടാകുമ്പോഴേ ഞാൻ വിറകടുപ്പിൽ കത്തിക്കാറുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ആകെ 4 പേരിലുള്ളൂ. ഗ്യാസ് സ്റ്റൗവിലൊക്കെ ഉണ്ടാക്കാനുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഷെൽഫും എടുത്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും ഇവിടെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.